നിന്റെ പ്രവൃത്തികളെ യഹോവയ്ക്ക് സമർപ്പിക്കാം, എന്നാൽ നിന്റെ ഉദ്ദേശങ്ങൾ സാധിക്കും. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പ്രവർത്തിക്കുന്നതിന് മുൻപ് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ പ്രവൃത്തികളെ ദൈവത്തിൻ്റെ മുൻപിൽ വയ്ക്കുക. എന്നിട്ട് നിങ്ങൾ പ്രവർത്തിക്കുക. അങ്ങനെ പ്രവർത്തിക്കുവാൻ തുടങ്ങിയാൽ, ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട്, ദൈവസഹായം ചോദിച്ചിട്ട്, ദൈവകൃപയിൽ ആശ്രയിച്ചിട്ട് പ്രവർത്തിക്കുവാൻ തുടങ്ങിയാൽ നിന്റെ ഉദ്ദേശങ്ങൾ സാധിക്കും. നമ്മുടെ പൂർവ്വപിതാവായ ഇസ്ഹാക്കിനെ നമുക്ക് വിശുദ്ധ വേദപുസ്തകത്തിൽ കാണാം. തനിക്ക് വേണ്ടി തൻ്റെ അപ്പൻ കരുതി വെച്ച ഉറവ കാണുവാൻ ഇസ്ഹാക്ക് മണ്ണിൽ കുഴിക്കുകയാണ്. താൻ കുഴിച്ചുകൊണ്ടിരിക്കുന്ന ആ മണ്ണ് ഇന്നലകളിൽ കൊടിയ ക്ഷാമം വന്ന ഒരു മണ്ണാണ്. ക്ഷാമകാലത്ത് പലരും ആ മണ്ണ് വിട്ടുപോയപ്പോൾ, നീ ഈ സ്ഥലം വിട്ടു പോകരുത് എന്നുള്ള ദൈവശബ്ദത്തോട് അനുസരണം കാണിച്ച് ക്ഷമയോടെ ആ മണ്ണിലെ നന്മ അനുഭവിപ്പാൻ കാത്തിരുന്നവനാണ് ഇസ്ഹാക്ക്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ദൈവത്തെ അനുസരിക്കുകയും ദൈവത്തിനായി കാത്തിരിക്കുകയും ചെയ്തവനോട് ദൈവം പറഞ്ഞു, ഒത്തിരി സമ്പത്തും ആടുമാടുകളും ദാസിദാസന്മാരും ഒക്കെ ദൈവം അവന് കൊടുത്തു. ഈ ഭൂമിയിൽ ഒരു മനുഷ്യന് വേണ്ട എല്ലാ നന്മകളും കൊടുത്തു. പക്ഷേ ദൈവത്തെ അനുസരിച്ച് കാത്തിരുന്നവനോട് ദൈവം പറഞ്ഞു, അത് മാത്രമല്ല, നിന്റെ അപ്പൻ നിനക്ക് വേണ്ടി ചിലത് കരുതി വച്ചിട്ടുണ്ട്. അത് ഈ മണ്ണിനകത്തുണ്ട്. അതൊരു ഉറവയാണ്. അത് നിനക്ക് അനുഭവിക്കാനുള്ളതാണ്. അത് നിന്റെ തലമുറയ്ക്കുള്ളതാണ്. നീ അത് കണ്ടെത്തണമെന്നുള്ളൊരു ദൈവശബ്ദം. പ്രിയപ്പെട്ടവരെ, ആ ഉറവ കാണുവാൻ അവൻ കുഴിക്കുവാൻ തുടങ്ങി. അവൻ കുഴിച്ച ഉറവ കണ്ടപ്പോൾ ഫിലിസ്ത്യർ എന്ന് പറയുന്നൊരു ജാതീയ ശക്തി അവനോട് ശണ്ടയിടുകയും ആ ഉറവ അനുഭവിക്കാതെ വണ്ണം അവനെ തടയുകയും ചെയ്തു. ഫിലിസ്ത്യർ തന്നെയാണ് ഇന്നലകളിൽ ആ ഉറവകളെ മണ്ണിട്ട് നികത്തിക്കളഞ്ഞത്. ഇസ്ഹാക്ക് അവരോട് പ്രതികരിക്കാൻ പോയില്ല. അവൻ ദൈവാശ്രയമുള്ളവനാണ്. ദോഷത്തിന് പകരം ദോഷം ചെയ്യുന്നവനല്ല, ശകാരത്തിന് പകരം ശകാരം പറയുന്നവനുമല്ല. അവൻ ദൈവാശ്രയമുള്ളവനാണ്. അവൻ തോൽക്കാൻ തയ്യാറായില്ല. തുടങ്ങി വെച്ചത് ഉറവ കാണാൻ വേണ്ടിയാണ്. അവൻ വീണ്ടും മാറി കുഴിക്കാൻ തുടങ്ങി. വീണ്ടും ഫിലിസ്ത്യർ ശണ്ടയിടാൻ വന്നു. ഉറവ കാണുന്നുണ്ടെങ്കിൽ അനുഭവിക്കാൻ പറ്റുന്നില്ല, തൊട്ടടുത്തുണ്ടെങ്കിലും അത് അനുഭവിക്കാൻ പറ്റുന്നില്ല. പ്രിയപ്പെട്ടവരെ, അവൻ ശണ്ടയിടാൻ പോയില്ല. അവൻ വീണ്ടും ദൈവകൃപയിൽ ആശ്രയിച്ച് പ്രവർത്തിക്കുവാൻ തുടങ്ങി. നിങ്ങൾക്കറിയാമോ, വീണ്ടും അവൻ കുഴിക്കാൻ തുടങ്ങിയപ്പോൾ ഇന്നലകളിൽ അവനോട് ശണ്ടയിടാൻ വന്നവർ, ഇന്നലകൾ അവൻ്റെ ഉറവയെ മൂടിക്കളഞ്ഞവർ ദേ ഇപ്പോൾ അവിടെ കാണുന്നില്ല. തിരുവചനം പറയുന്നു, കുറഞ്ഞൊന്ന് കഴിഞ്ഞിട്ട് ദുഷ്ടൻ ഇല്ല. ഇന്ന് പ്രബലപ്പെട്ടു നിൽക്കുന്നത് പോലെ, തഴച്ചു നിൽക്കുന്നത് പോലെ നിനക്ക് അനുഭവപ്പെടുന്നുണ്ടാകാം. എന്നാൽ നീ ദൈവത്തിൽ ആശ്രയിച്ച് മുൻപോട്ട് ചുവട് വെച്ചോ, നീ ഇനി അവനെ കാണില്ല. നീ അവൻ്റെ ഇടം സൂക്ഷിച്ചു നോക്കും, കാണില്ല. ആരും ശണ്ടയിടാൻ വന്നില്ല. ദൈവത്തിൽ ആശ്രയിച്ച് തുടങ്ങിയ പ്രവൃത്തി ആയതുകൊണ്ട് ദൈവം അവൻ്റെ ഉദ്ദേശം സാധിപ്പിച്ചു. അപ്പൻ കരുതി വെച്ച ഉറവ ദൈവം തുറന്നു വെച്ചു. യഹോവ നമുക്ക് ഇടമുണ്ടാക്കി എന്ന് പറഞ്ഞവൻ അതിന് രഹോബോത്ത് എന്ന് പേരിട്ടു. കാൽവറിയിൽ ചങ്ക് തകർത്ത് ദൈവം നിനക്ക് വേണ്ടി തുറന്നൊരു ഉറവയുണ്ട്. അത് നിത്യജീവനാണ്, പാപമോചനമാണ്, രോഗസൗഖ്യമാണ്, സമാധാനമാണ്. ഇപ്പോൾ അനുഭവിക്കാനുള്ളതാണ്. വിട്ടുകൊടുക്കരുത്. മല്ല് പിടിച്ച് മുൻപോട്ട് പോകണം. മാനുഷികമായി പോരാടരുത്. കൃപയിൽ ആശ്രയിച്ച്
ആത്മീകമായി പോരാടുക. ജയം നിനക്ക് തന്നെയാണ്. നീ ഉറവ കാണും, നീ ഉറവ അനുഭവിക്കും. വിശ്വാസത്തോടെ വചനത്തോട് പ്രതികരിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.